ഒരാളുടെ ജീവിതത്തിന് സന്തോഷവും വിജയവും ഉണ്ടാകുവാനുള്ള മുൻഗണന കൊടുക്കേണ്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരാൾ വിജയിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിജയമുണ്ടാവണമെന്നുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകണം, അല്ലെങ്കിൽ സന്തോഷമുണ്ടാവണമെങ്കിൽ വിജയമുണ്ടാകണം. ഇത് രണ്ടും ഏകോദര സഹോദരങ്ങളാണ്, ഒന്നിച്ചു പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വിജയമുണ്ടാകുവാൻ ഈ 3 ഘടകങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിജയമുണ്ടാകും, തീർച്ചയായിട്ടും സന്തോഷവുമുണ്ടാകും. അതിന് മുൻഗണന കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെൽഫ് പ്രയോറിറ്റൈസേഷനാണ്. സ്വന്തം കാര്യത്തിന് മുൻഗണന കൊടുക്കേണ്ട 3 ഘടകങ്ങൾ, അതിൽ കൃത്യമായിട്ട് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം വരും എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തത് ഫോക്കസ് ഓൺ മെൻ്റൽ വെൽബീയിങ്. മാനസികമായ ആരോഗ്യം ഏറ്റവും മികച്ചതായിട്ടുണ്ടായിരിക്കുക. ഒരാളുടെ മാനസികാരോഗ്യം നല്ല നിലയിലാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വിജയമുണ്ടാവുകയുള്ളൂ, വിജയിക്കാൻ പറ്റുകയുള്ളൂ. വിജയിച്ചാൽ മാത്രമേ സന്തോഷമുണ്ടാവുകയുള്ളൂ. അമിതമായ ഉത്കണ്ഠയോ ആകാംക്ഷയോ ക്രോധമോ ദേഷ്യമോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസൊന്നും ഇല്ലാതെ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സും നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുവാനും സന്തോഷമുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. മുൻഗണന കൊടുക്കേണ്ട രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാനസികാരോഗ്യത്തെപ്പറ്റി ആദ്യം പറഞ്ഞു, രണ്ടാമത്തത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ആവശ്യമായ അളവിലുള്ള ഉറക്കം കിട്ടണം, ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടണം, ആവശ്യത്തിനുള്ള ദാഹജലം കിട്ടണം, ആവശ്യത്തിനുള്ള ഫിസിക്കൽ എക്സസൈസുകൾ വേണം, കായിക അധ്വാനങ്ങൾ വേണം. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തതെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ അമിതമായ അധ്വാനം ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഒരു കാര്യം നേടുന്നതിന് വേണ്ടി അതികഠിനമായി അധ്വാനിക്കുന്നതിന് പകരം സസ്റ്റൈനബിൾ, നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള വിജയമാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ നിയതമായ അളവിലുള്ള അധ്വാനവും നിയതമായ അളവിലുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അമിതാധ്വാനം ഉണ്ടായിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും നീണ്ട കാലത്തിൽ നോക്കുമ്പോൾ അത് വിരുദ്ധമായിട്ട് വന്ന് ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് 3 കാര്യങ്ങൾ, സ്വന്തം കാര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടുന്ന വിജയത്തിന് നിദാനമായ 3 ഘടകങ്ങൾ.